എല്ലാ കാര്യങ്ങളും സിമ്പിൾ സെൻറ്റൻസ് വെച്ച് പറയാമല്ലോ. പിന്നെ എന്തിന് കോമ്പൗണ്ട് സെൻറ്റൻസും കോംപ്ലക്സ് സെൻറ്റൻസും. ഒരു എക്സാമ്പിൾ നോക്കാം. ഐ സ്റ്റോപ്ഡ് വർക്കിംഗ് ബിക്കോസ് ഐ വാസ് ടയർഡ്. ഈ കോംപ്ലക്സ് സെൻറ്റൻസിനെ നമ്മൾ സിമ്പിൾ ക്ലോസസ് ആക്കി നോക്കാം. ഐ സ്റ്റോപ്ഡ് വർക്കിംഗ്, ഐ വാസ് ടയർഡ്. സിമ്പിൾ ക്ലോസസ് ആക്കുമ്പോൾ മെയിൻ ഐഡിയ വിട്ടുപോകുന്നു. മെയിൻ ഐഡിയയായ ക്ഷീണമുള്ളതിനാൽ ഞാൻ ജോലി നിർത്തി എന്നുള്ളത് ഒറ്റ കോൺസെപ്റ്റാണ്. ഇത് ബന്ധപ്പെട്ട് കിടക്കുന്നു. അതായത് രണ്ട് ക്ലോസുകൾ തമ്മിലുള്ള ബന്ധം കാണിക്കാനാണ് കോംപ്ലക്സ് സെൻറ്റൻസും കോമ്പൗണ്ട് സെൻറ്റൻസും ഉപയോഗിക്കുന്നത്. ബന്ധം കാണിക്കുന്ന വാക്കാണ് കൺജങ്ഷൻ. നമ്മുടെ എക്സാമ്പിളിൽ കൺജങ്ഷൻ ബിക്കോസ് ആണ്. മലയാളത്തിൽ വരുമ്പോൾ ക്ഷീണമുള്ളതിനാലിൻ്റെ നാലാണ് കൺജങ്ഷൻ. ഈ കൺജങ്ഷൻ, അതായത് ബിക്കോസ് അല്ലെങ്കിൽ നാൽ എന്നുള്ള കൺജങ്ഷൻ കാണിക്കുന്ന ബന്ധം ഒന്ന് കാരണം മറ്റൊന്നുണ്ടായി എന്നുള്ളതാണ്. ഈ കോൺസെപ്റ്റ്സ് പഠിപ്പിച്ചാൽ മനസ്സിലിരിക്കത്തില്ല. ഇതിനെ പ്രയോഗിക്കാൻ പഠിക്കണം. ഓൾഡ് സ്കൂൾ ഇംഗ്ലീഷിൽ നിങ്ങളെ അതിന് പ്രാപ്തരാക്കുന്നതാണ്. ഇന്ന് തന്നെ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യൂ.